വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 2 ക്ലാസ് അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ പഠിക്കുകയാണ്. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് ലർബ്രാൻഡ് എന്നുള്ളൊരു പ്രത്യേകമായ ഒരു ബ്രാൻഡിനെ കുറിച്ചാണ്. ലർബ്രാൻഡ് അത് ട്രേഡ് മാർക്ക് ഓഫ് ഡയറി പ്രോഡക്ട്സ് ഓഫ് ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ ഡയറി പ്രോഡക്ട്സിൻ്റെ ട്രേഡ് മാർക്ക് അറിയപ്പെടുന്നത് ലർബ്രാൻഡ് എന്ന പേരിലാണ്. ഈ ഒരു പേര് ഓർത്തിരിക്കുക. ലർബ്രാൻഡ് എന്ന് കേൾക്കുമ്പോഴേ ഡെൻമാർക്കിലെ ഡയറി പ്രോഡക്ട്സ് ആണെന്നുള്ള കാര്യം പെട്ടെന്ന് ഓർമ്മയിൽ വരണം. അപ്പോൾ ഇത് സ്ഥിരം ക്വസ്റ്റ്യൻസിൽ ആവർത്തിക്കാറുള്ള ഒരു പോയിൻ്റാണ്. ലർബ്രാൻഡ് ഇസ് ദ ട്രേഡ് മാർക്ക് ഓഫ് ഡയറി പ്രോഡക്ട്സ് ഓഫ് ഡെൻമാർക്ക്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ് ഡാഗ്. ഡാഗ് എന്ന് പറഞ്ഞാൽ 1895 സ്ഥാപിച്ച എഗ്ഗ് എക്സ്പോർട്ട് അസോസിയേഷനാണ്. ഡെൻമാർക്കിലെ എഗ്ഗ് എക്സ്പോർട്ട് അസോസിയേഷനാണ് ഡാഗ്. അത് 1895 സ്ഥാപിക്കപ്പെട്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ടു എൻഷുർ ഗുഡ് ക്വാളിറ്റി ഫോർ എക്സ്പോർട്ട്, അതായത് മുട്ടയുടെ അല്ലെങ്കിൽ എഗ്ഗിൻ്റെ ഗുഡ് ക്വാളിറ്റി എക്സ്പോർട്ടിൻ്റെ സമയത്ത് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആയിരുന്നു ഡാഗ്. 1895 ഒരു സെൻട്രൽ സൊസൈറ്റി ആയിട്ടാണ് ഡാഗ് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ഡാഗിൻ്റെ പ്രത്യേകത ക്വാളിറ്റി ഓഫ് എഗ്ഗ് എക്സ്പോർട്ടിൻ്റെ സമയത്ത് എൻഷുർ ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട 1895 സെൻട്രൽ സൊസൈറ്റി. എവിടുത്തെയാണ്? ഡെൻമാർക്കിലെ. അപ്പോൾ അതും പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ഡയറി സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡെൻമാർക്ക്. ആദ്യത്തെ കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് ഡെൻമാർക്കിലാണ്. അതുപോലെ തന്നെ അത് സ്ഥാപിക്കപ്പെട്ടത് 1882 ഹെജഡിങ് എന്നുള്ള സ്ഥലത്താണ്. ഹെജഡിങ്ങിലാണ് 1882 ആദ്യത്തെ ഡയറി സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത്. 1882 സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഡയറി സൊസൈറ്റി സ്ഥാപിച്ചത് സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ എന്നുള്ള കോപ്പറേറ്ററാണ്. സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ എന്നുള്ള കോപ്പറേറ്ററാണ് 1882 ആദ്യത്തെ ഡയറി സൊസൈറ്റി ഡെൻമാർക്കിൽ സ്ഥാപിക്കുന്നത്. 1882 ഇത് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഈ സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ പ്രോ ഫൗണ്ടർ ഓഫ് ഡയറി സൊസൈറ്റീസ് ഇൻ ഡെൻമാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രോ ഫൗണ്ടർ ഓഫ് ഡയറി സൊസൈറ്റീസ് ഇൻ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നത് സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ എന്നുള്ള വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡയറി സൊസൈറ്റീസിൻ്റെ മെമ്പർമാരുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് അൺലിമിറ്റഡ്, അതും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ കാണുന്ന ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ് അൽക്ക. അൽക്ക ഈസ് എ ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ വർക്കേഴ്സ്. അവിടുത്തെ വർക്കേഴ്സിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു അൽക്ക. അൽക്ക എന്ന പേര് കേൾക്കുമ്പോൾ അത് ഇൻഷുറൻസ് സൊസൈറ്റി ആണെന്നും ഡെൻമാർക്കിലെ വർക്കേഴ്സിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണെന്നും പെട്ടെന്ന് ഓർമ്മയിൽ വരണം അൽക്ക. അതുപോലെ തന്നെ ബുൾ ക്ലബ്ബ് എന്നുള്ള കോപ്പറേറ്റീവ് പ്രസ്ഥാനം കാറ്റിൽ ബ്രീഡിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. ബുൾ ക്ലബ്ബ് ഡെൻമാർക്കിലെ തന്നെ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ബുൾ ക്ലബ്ബ്. കാറ്റിൽ ബ്രീഡിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ബാക്കൺ ഫാക്ടറി 1887 ഹോഴ്സൺസ് എന്നുള്ള സ്ഥലം, ജുട്ട്ലൻഡിലെ ഹോഴ്സൺസ് എന്നുള്ള സ്ഥലത്താണ് ആദ്യത്തെ ബാക്കൺ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത്. ഡെൻമാർക്കിൽ ആദ്യത്തെ ബാക്കൺ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് 1887 ഹോഴ്സൺസ് എന്നുള്ള സ്ഥലത്ത്, ജുട്ട്ലൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഹോഴ്സൺസ് എന്നുള്ള സ്ഥലത്താണ് ആദ്യത്തെ ബാക്കൺ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഡെൻമാർക്കിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർ തിസ്റ്റഡ് എന്ന സ്ഥലത്ത് 1886 സ്ഥാപിക്കപ്പെട്ടു. തിസ്റ്റഡ് എന്ന സ്ഥലത്ത് 1886 ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർ ഡെൻമാർക്കിൽ ആരംഭിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ ഡെൻമാർക്കിനെ കുറിച്ച് കൂടുതൽ പോയിൻറ്റ്സ് ആണ് ഇന്ന് കണ്ടത്. നമുക്ക് ആ പോയിൻറ്റ്സ് ഒന്നുകൂടി നോക്കാം. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആയതുകൊണ്ട് ഒന്നും വിട്ടുകളയാനില്ല. ആദ്യമായി നമ്മൾ കാണുന്നത് ട്രേഡ് മാർക്ക് ഓഫ് ഡയറി പ്രോഡക്ട്സ്. ഡെൻമാർക്കിലെ ഡയറി പ്രോഡക്ട്സിൻ്റെ ട്രേഡ് മാർക്ക് അറിയപ്പെടുന്നത് ലർബ്രാൻഡ് എന്ന പേരിലാണ്. ലർബ്രാൻഡ് ഇസ് ദ ട്രേഡ് മാർക്ക് ഓഫ് ഡയറി പ്രോഡക്ട്സ് ഇൻ ഡെൻമാർക്ക്. നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ ഡാഗ് എന്ന് പറഞ്ഞാൽ എഗ്ഗ് എക്സ്പോർട്ട് അസോസിയേഷനാണ്. 1895 സ്ഥാപിക്കപ്പെട്ടു. എഗ്ഗ് എക്സ്പോർട്ട് അസോസിയേഷൻ 1895 സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷ്യം ടു എൻഷുർ ഗുഡ് ക്വാളിറ്റി ഫോർ എക്സ്പോർട്ട് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സ്ഥാപിക്കപ്പെട്ടത്. അതൊരു സെൻട്രൽ സൊസൈറ്റിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അവിടുത്തെ ഡയറി സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായി നമ്മൾ കാണുന്നത്
ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് ഡെൻമാർക്കിലാണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് ഡെൻമാർക്കിലാണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റി. അതുപോലെ തന്നെ അത് 1882 ഹെജ്ഡിങ് എന്ന സ്ഥലത്താണ് സ്ഥാപിക്കപ്പെട്ടത്. അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ എന്നുള്ള കോപ്പറേറ്റർ. അതുപോലെ തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ഫൗണ്ടർ ഓഫ് ഡയറി സൊസൈറ്റീസ് ഇൻ ഡെൻമാർക്ക് എന്ന പേരിലാണ് സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അൽക്ക എന്നുള്ള മറ്റൊരു സൊസൈറ്റി ഉണ്ടായിരുന്നു. അത് ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഫോർ വർക്കേഴ്സ് എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ബുൾ ക്ലബ്ബ് എന്നുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി കാറ്റിൽ ബ്രീഡിങ്ങിന് വേണ്ടിയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതുപോലെ ഫസ്റ്റ് ബാക്കൺ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് 1887 ഹോഴ്സൺസിലാണ്. ജുട്ട്ലൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഹോഴ്സൺസ് എന്നുള്ള സ്ഥലത്താണ് ഫസ്റ്റ് ബാക്കൺ ഫാക്ടറി ഡെൻമാർക്കിൽ സ്ഥാപിക്കപ്പെട്ടത്. അതുപോലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർ സ്ഥാപിക്കപ്പെട്ടത് തിസ്റ്റഡ് എന്നുള്ള സ്ഥലത്ത് 1886 ഡെൻമാർക്കിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർ തിസ്റ്റഡിൽ 1886 സ്ഥാപിക്കപ്പെട്ടു. വളരെ പ്രധാനപ്പെട്ട ഡെൻമാർക്കിനെ കുറിച്ചുള്ള ഈ പോയിന്റുകൾ ഒന്നും മറക്കാതെ പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.